പ്രവാസികളാവുമ്പോൾ വിമാനയാത്ര ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ വിമാനയാത്രക്കിടയിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന വിഷയമായിട്ട് തൽക്കാലം മാറാറുണ്ട്. ഡൽഹിയിൽ നിന്ന് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഇസ്രായേലിലെ ടെൽ അവീവ് വിമാനത്താവളത്തിലേക്ക് ഇന്ന് പുറപ്പെട്ടത് ഏതാണ്ട് ജോർദാൻ്റെ എയർ സ്പേസിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് യമനിൽ നിന്ന് ഹൂത്തി വിഭാഗക്കാർ ടെൽ അവീവ് വിമാനത്താവളത്തിലേക്ക് മിസൈൽ അയച്ചെന്നും അവിടെ വിമാനത്താവളത്തിൻ്റെ തൊട്ടടുത്ത് മിസൈലുകൾ വന്ന് പതിച്ചെന്നും അവിടെ ഒരു വലിയ കിടങ്ങുണ്ടായെന്നും അതുകൊണ്ട് തന്നെ ടെൽ അവീവിലേക്ക് തൽക്കാലം വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നും അവിടെ നിന്ന് വിമാനം പുറപ്പെടാൻ പറ്റില്ല എന്നും വിമാനത്തിൽ വെച്ച് തന്നെ ഇക്കാര്യം മനസ്സിലാക്കിയ പൈലറ്റ് ജോർദാൻ എയർ സ്പേസിൽ നിന്ന് നേരെ തിരിച്ച് വിമാനം അബുദാബിയിൽ കൊണ്ടുവന്ന് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. മാത്രമല്ല എയർ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് മെയ് 4, 5, 6 ഈ 3 ദിവസത്തേക്കുള്ള ഫ്ലൈറ്റുകളെല്ലാം ടെൽ അവീവിലേക്കുള്ളത് നിർത്തലാക്കുകയും ചെയ്തു. ടെൽ അവീവിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിലേക്ക് വരാനിരുന്ന പല ആളുകളും എയർപോർട്ടിൽ വന്ന ആളുകളും അവർക്കൊക്കെ ഒന്നുകിൽ റീഫണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അവർക്ക് കാശ് കൊടുക്കാതെ തന്നെ ടിക്കറ്റ് മാറ്റിവെക്കാനുള്ള സാഹചര്യം കൊടുക്കും, എന്നിട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ കൊണ്ടുവരും എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ദുബായിൽ നിന്ന് പുറപ്പെടുന്ന ഫ്ലൈ ദുബായ് അടക്കമുള്ള ഫ്ലൈറ്റുകളുണ്ട് ടെൽ അവീവിലേക്ക്. അതിൻ്റെ വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത് ഒരു കാരണവശാലും ഫ്ലൈറ്റുകൾ നിർത്തിവെക്കുന്ന പരിപാടിയൊന്നുമില്ല, ഷെഡ്യൂളുകൾ അതനുസരിച്ച് പോകുമെന്നാണ്. അപ്പോൾ യമൻ്റെ ഭാഗത്തുനിന്ന് ഈ ജിയോഗ്രഫി മനസ്സിലാക്കുന്നവർക്കറിയാം നമ്മുടെ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന യമനും ഒമാനും. ഈ യമൻ്റെ ഭാഗത്ത് നിന്ന് മിസൈലുകൾ ടെൽ അവീവിലേക്ക് പോകണമെങ്കിൽ തന്നെ 2300-ലധികം കിലോമീറ്റർ സഞ്ചരിക്കണം. അവിടെ പോയി വിമാനത്താവളത്തിൻ്റെ തൊട്ടടുത്ത് പാർക്കിങ്ങിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഈ മിസൈലുകൾ പതിക്കുകയും വലിയ കിടങ്ങ് രൂപീകരിക്കുകയും ചെയ്തെങ്കിൽ എത്രമാത്രം ശക്തമായ ഒരു ആക്രമണമാണ് ഹൂത്തികൾ ഡിസൈൻ ചെയ്തിരുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. വ്യോമയാന മേഖലയിൽ വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട് എയർലൈനുകളുമായി ബന്ധപ്പെട്ട് ഇത്തരം ആക്രമണങ്ങൾ, മിസൈലുകൾ, ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ലോകത്തെവിടെയും യാത്ര ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് പ്രവാസികൾ, അവർക്ക് ആശങ്ക തന്നെയാണ് ഉണ്ടാകുന്നത്. ഇന്ന് ഇങ്ങനെയൊരു വാർത്ത വരികയും അതൊരു വലിയ സംഭവവികാസമായി വ്യോമയാന മേഖലയിൽ മാറുകയും ചെയ്തിരിക്കുകയാണ്. Night updates supported by Tasi Gold and Diamonds, Partha Signature, Abu Shagara, Sharjah, Time Express Cargo, 123 Cargo, Kalyan Jewellers, Lulu, Gold Star Rent-A-Car, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket,